QR കോഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഒരു കുറ്റം തന്നെയാണ്. ആ ആ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം പോകാനാണ്. ശരി, തെറ്റായിട്ട് ടാക്സ് വെട്ടിക്കാനാണ് അവരിത് കാണിക്കുന്നതൊക്കെ ആരോണം ഇവർ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, ടാക്സ് വെട്ടിക്കാൻ തന്നെ. നിങ്ങളുടെ കയ്യിലോട്ട് വന്ന പണം തിരിച്ചു കൊടുത്തോ? ഇല്ല. ആ പണം എന്ത് ചെയ്തു? അത് അവരുടെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പോൾ തട്ടിപ്പ് ക്ലിയറായി, ചീറ്റിങ് വളരെ ക്ലിയറായി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്ലിയറായി. ഇതിനകത്ത് അക്കൗണ്ടിനകത്ത് കള്ളത്തരം കാണിച്ചു, ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടും വന്നു കഴിഞ്ഞു. 477A ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ, അല്ലെങ്കിൽ 344 BNS. ഈ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്ത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കി പ്രതികൾ ഇതുപോലെ കൗണ്ടറായിട്ടുള്ള 100 ആരോപണം ഉണ്ടാക്കും, അത് നള്ളിഫൈ ചെയ്യാൻ അത് പോലീസ് മനസ്സിലാക്കണമായിരുന്നു. ആ കൗണ്ടർ കേസ് എടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഒരു തരത്തിൽ SC ആയാലും ശരി, ഏത് വെച്ചാലും ശരി, പ്രതികളായിട്ട് വന്നവർ ഒരു കൗണ്ടർ അടിക്കുകയാണ്. അവരെ ഇത്ര നാളും അവരെ ഈ ജാതിപ്പേര് വിളിച്ചു പറയുന്ന അവരെ 1.5 വർഷമായിട്ട് ആ ജാതിപ്പേര് വിളിച്ചില്ല, അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തല്ലേ. അവരെ അല്ലേ അവിടെ നേരത്തെ പിരിച്ചുകൂടായിരുന്നല്ലോ, അവരെ എടുക്കാതിരിക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു ജാതി ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവരെ എടുക്കാതിരിക്കാമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അത് വല്ലാതെയും. അതുകൊണ്ട് മ്യൂസിയം പോലീസ് രണ്ടാമതെടുത്ത കേസ് നിലനിൽക്കുന്നതല്ല, അത് എടുക്കാൻ പാടില്ല. പ്രതികളെല്ലാവരും ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രതി സ്ഥാനത്ത് വരുന്നവർക്കെല്ലാം കൗണ്ടർ കേസ് എടുത്താൽ കേരളത്തിൽ നീതി നടപ്പാക്കാൻ പറ്റില്ല. അത് കാണിക്കുന്ന മ്യൂസിയം പോലീസ് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. എന്താരോണായാലും ശരി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാ അവർ മോഷ്ടിച്ചു എന്ന് കൃത്യമായി കണ്ടെത്തിയതാണ്. പ്രതികളെ രക്ഷപ്പെടുത്താനോ പ്രതി പറഞ്ഞ ആരോപണം കേൾക്കാനല്ല അവരിയ്ക്കേണ്ടത്. അത് പ്രതിസ്ഥാനത്ത് അവരുണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തോട്ടെ. മ്യൂസിയം പോലീസ് ആ വാദിയുടെ കൂടെ നിൽക്കേണ്ട പോലീസ് അതിലെ പ്രതികളെ സംരക്ഷിക്കാനായിട്ട് അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിലും നീതി നടപ്പാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടാമത്തെ കേസ് റെഫർ ചെയ്ത് കളയുന്നതാണ് ബുദ്ധി. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ പോയാൽ കേരളത്തിൽ ഒരിടത്തും നീതി നടപ്പാക്കാൻ പറ്റില്ല. ഒരു കേസിലെ പ്രതി ആയി നിൽക്കുന്ന ആള് പറയുന്നത് കേട്ട് അടുത്ത കേസ് എടുക്കാൻ പോയാൽ ഇന്ത്യയിൽ ഒരിടത്തും നീതി നടപ്പാക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം SHOയ്ക്കുണ്ട്. സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് മാത്രം കേസ് എടുക്കുന്ന ആളാണ് SHO. കൗണ്ടർ വരുന്ന സമയത്ത് അത് അന്നാലും ആലോചിക്കണം. കാരണം അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവര് പറഞ്ഞിക്കൽ അവരെ തട്ടിക്കൊണ്ടുപോയി, അത് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വന്നതിന് എന്താണ് കുറ്റം? അത് തട്ടിക്കൊണ്ടു പോകലാണോ? ഇവരുടെ ആവശ്യപ്രകാരമാണ്. ആരാണ് ഇവരുടെ പിന്നിൽ നിൽക്കുന്നത്? അയാളെ കൂടി പ്രതിയാക്കണം. കാരണം ഈ പണം തട്ടിയെടുത്തത് അയാൾക്ക് പങ്കുണ്ടാവും, അല്ലെങ്കിൽ അയാൾ രംഗത്ത് വരില്ല. എങ്ങനെയാണ് ഇവരുടെ അക്കൗണ്ടിൽ പണം പോയത്? QR കോഡ് ഉണ്ടായത് അടുത്ത ചീറ്റിങ്ങും ഫോർജറി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത കുറ്റത്തിലേക്ക് അവർ പോകും. ഈ പെൺകുട്ടികൾക്ക് അഡ്വൈസ് കൊടുത്തത് വക്കീലായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, റോങ് അഡ്വൈസ് ആണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇയാൾ ഒരു BJP കാരനായിരിക്കാം, അത് നടനായിരിക്കാം, അത് വേറെ പണം ഉണ്ടായിരിക്കാം, അതൊക്കെ വേറെ കാര്യങ്ങൾ. അങ്ങേര് കൊടുത്ത പരാതി അനുസരിച്ച് 69 ലക്ഷം രൂപ വെട്ടിച്ചിരിക്കുന്നു. QR കോഡിൽ മാറ്റി വെട്ടിച്ച് അത് ട്രാൻസ്ഫർ ചെയ്തു. ശരി, അവർ ഇൻകം ടാക്സോ അല്ലെ സെയിൽ ടാക്സോ വെട്ടിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ഇവരുടെ അക്കൗണ്ടിൽ അയച്ചെന്ന് ഇവർ വാദഗതി പറഞ്ഞോട്ടെ. തിരിച്ചവരെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിന് പകരം ആ പണം ഉപയോഗിച്ച് വീട് പണിതിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിക്കണം, ആ കേസ് റെഫർ ചെയ്യണം. മലീഷ്യസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ ശ്രമിച്ച പ്രതികൾക്കെതിരായിട്ട് അടുത്ത കേസ് കൂടെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലേ നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അൺഎൻഡിങ് ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പോലീസിന്റെ പഠനത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവരെയൊക്കെ പഠിപ്പിച്ചു വിടുമ്പോൾ ഒരു കേസിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, അപ്പോൾ കേസ് എടുക്കുക എന്നുള്ള. പ്രതിയുടെ കാര്യത്തിൽ വേറെ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പറയുന്ന അനുസരിച്ച് പോയാൽ ഇന്ത്യയിലും കോടതിയിലും ഒന്നും ഒരു നീതി നടപ്പാക്കാൻ ഒക്കില്ല. അതുകൊണ്ട് അവിടെ ആ ചിന്ത, ആ നടപടിക്രമം എല്ലാം തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ.